ഗുജറാത്ത് നേഴ്സിംഗ് കൗൺസിലിൽ എങ്ങനെ ഗുഡ് സ്റ്റാൻഡിങ് എടുക്കാമെന്ന് കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്നുണ്ടാകും ഒരുപാട് ആൾക്കാർ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് ട്രൂ ഇൻ്റർനാഷണൽ ഇന്നത്തെ വീഡിയോ ആയിട്ട് ഞങ്ങൾ പബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത്, എത്ര ഡേയ്സ് എടുക്കും, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്താൽ. ഷുവർ. ഓക്കെ, സോ ഗുജറാത്ത് നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷനുള്ള ആളാണ് ഇപ്പോൾ ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ എന്തായാലും ശ്രദ്ധയോടെ കാണുക. കാരണം ഓരോ പോയിൻറ്റും വെരി വാല്യുബിൾ ആണ്. നിങ്ങൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് കൊണ്ടുപോയാൽ മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റൂ എന്നുള്ള അത്രയും സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ വളരെ എന്താ പറയുക, ഡീറ്റെയിൽഡ് ആയിട്ട് ഇൻ ഡീറ്റെയിൽ നിങ്ങളത് വാച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഗുജറാത്ത് നഴ്സിംഗ് കൗൺസിലിൽ നിന്ന് ഒരു ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ വെരിഫിക്കേഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം നമ്മുടെ 10th ഒരു കോപ്പി വേണം, 10th ക്വാളിഫിക്കേഷൻ്റെ കോപ്പി. ദെൻ നിങ്ങളുടെ +2 കോപ്പി, ഡിഗ്രി സർട്ടിഫിക്കറ്റ്, ഐ മീൻ കോൺവക്കേഷൻ സർട്ടിഫിക്കറ്റ് ഡയറക്ട്ലി ഫ്രം യൂണിവേഴ്സിറ്റി. പിന്നെ എല്ലാ വർഷത്തെയും മാർക്ക് ഷീറ്റ് വേണം. കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത്, ട്രാൻസ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ അത്. പിന്നെ പാസ്പോർട്ടിൻ്റെ ഒരു കോപ്പി, പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് വിത്ത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ളത്. പിന്നെ ആധാറിൻ്റെ കോപ്പി, നിങ്ങളുടെ ഇമെയിൽ ID, മൊബൈൽ നമ്പർ, അഡ്രസ്സ്. പിന്നെ മറ്റ് കൗൺസിൽസിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു ഡോക്യുമെൻറ്റ് ഗുജറാത്തിൽ ചോദിക്കുന്നത് മാരേജ് സർട്ടിഫിക്കറ്റ് ചോദിക്കും. മാരീഡ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ യു നീഡ് ടു സബ്മിറ്റ് മാരേജ് സർട്ടിഫിക്കറ്റ്. സിംഗിൾസ് ആണെന്നുണ്ടെങ്കിൽ സിംഗിൾസ് ആണെന്നുള്ള എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് കിട്ടുമെന്ന് അറിയില്ല. എങ്കിൽ നമുക്ക് വേറെ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ, അതെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ അതിൻ്റെ പ്രൊസീജിയേഴ്സ് വരുന്നത്. ഇത്രയാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ ഒപ്പം നമ്മളൊരു റിക്വസ്റ്റ് ലെറ്ററും കൂടെ കൊടുക്കണം. നമുക്ക് ഗുഡ് സ്റ്റാൻഡിങ് ഒരു വെരിഫിക്കേഷൻ വേണം. പിന്നെ കാൻഡിഡേറ്റിന് ഒരു ഇമെയിൽ ID എന്താ നമ്മുടെ റിക്വസ്റ്റ് ലെറ്ററിൽ മെൻഷൻ ചെയ്യാം. ലൈക്ക് എനിക്ക് ഈ ഒരു ഇമെയിലിലേക്ക് എനിക്കും കൂടി ഒരു കോപ്പി വേണം, അലോങ് വിത്ത് ഒരു കോപ്പി നമ്മൾ ഏത് അതോറിറ്റിയിലേക്കാണോ മൈഗ്രേറ്റ് ചെയ്യുന്നത് അങ്ങോട്ടേക്ക് അതിൻ്റെ മിനിസ്ട്രിക്ക് ഒരു കോപ്പി ഫോർവേഡ് ചെയ്യണം എന്നും കൂടി റിക്വസ്റ്റ് ലെറ്ററിൽ മെൻഷൻ ചെയ്യണം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇത്രയും ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്കൊരു 30 വർക്കിംഗ് ഡേയ്സിൽ തന്നെ പ്രൊസീജിയർ കംപ്ലീറ്റ് ആയിട്ട് കിട്ടും. പിന്നെ നമ്മൾ ഈ 30 വർക്കിംഗ് ഡേയ്സ് എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും 30 ഡേയ്സ് എന്നിങ്ങനെ 1, 2, 3 എന്നിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് പോകും. അങ്ങനെയല്ല, നമുക്കിതിനിടയിൽ ഹോളിഡേയ്സ് വരാം, അതുപോലെ തന്നെ സെക്കൻഡ് സാറ്റർഡേ, സൺഡേയ്സ്. അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിലൊന്നും കൗൺസിൽ ഗവൺമെൻറ് ബോഡിയാണ്, അത് വർക്കിംഗ് ആയിരിക്കില്ല. അപ്പോൾ അത് പ്രത്യേകം നോട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കസ്റ്റമർ കെയറായിട്ട് കോൺടാക്ട് ചെയ്യേണ്ടതാണ്. നമ്മുടെ വാട്സപ്പ് ചാറ്റ് സപ്പോർട്ടിൻ്റെ നമ്പർ ഇവിടെ മെൻഷൻ ചെയ്തേക്കാം. ഓക്കെ, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ടോപ്പിക്കിനെ കുറിച്ചിട്ടുള്ള വീഡിയോസാണ് വേണമെന്നുണ്ടെങ്കിൽ കോമെൻറ്റ്സിൽ ഇന്ന ടോപ്പിക്കിനെ കുറിച്ചിട്ട് വീഡിയോ വേണമെന്നൊന്ന് മെൻഷൻ ചെയ്താൽ ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്യാം.